നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും പേര് ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. അങ്ങനെ കമ്പനിയുടെ പേരിൽ അഥവാ ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ചില ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കിയാലോ? ആദ്യത്തേത്, ഈ അടുത്ത കാലത്ത് വാഹനങ്ങളിൽ BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിനുകൾ വന്നപ്പോൾ പുതിയ വാഹനങ്ങളിൽ ഒഴിക്കുന്ന ആഡ്ബ്ലൂ എന്ന ഉൽപ്പന്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ആഡ്ബ്ലൂ എന്നത് കമ്പനിയുടെ പേരാണ്. ആ ഉൽപ്പന്നത്തിന്റെ ശാസ്ത്രീയമായ പേര് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നാണ്. അടുത്തത് ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് എന്ന് നമ്മൾ ഇന്ത്യക്കാർ പറയുന്ന ഉൽപ്പന്നത്തിന്റെ ശരിക്കും പേര് റെഫ്രിജറേറ്റർ എന്നാണ്. ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആദ്യകാലത്ത് റെഫ്രിജറേറ്ററുകൾ ഇറക്കുന്നുണ്ടായിരുന്നത് ഫ്രിഡ്ജ് എന്ന കമ്പനിയായിരുന്നു. പിന്നീട് അത് ഏത് കമ്പനിയുടെ റെഫ്രിജറേറ്റർ ആണെങ്കിലും അതിനെ ഫ്രിഡ്ജ് എന്ന് പറയുവാൻ തുടങ്ങി. അടുത്തത് സെറോക്സ്. നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ കോപ്പി എടുക്കുന്നുണ്ടെങ്കിൽ അക്ഷയയിലോ കമ്പ്യൂട്ടർ സെന്ററിലോ പോയി പറയുന്ന കാര്യമാണല്ലോ സെറോക്സ് എടുക്കണമെന്ന്. എന്നാൽ സെറോക്സ് എന്നത് കമ്പനി അഥവാ ബ്രാൻഡ് നെയിമാണ്. ലോകത്ത് കോപ്പി എടുക്കുവാൻ സാധ്യമാവുന്ന മെഷീനുകൾ ആദ്യമായി ഇറക്കിയ കമ്പനികളിൽ ഒന്നാണ് സെറോക്സ്. അതുകൊണ്ട് തന്നെ ആ കോപ്പി എടുക്കുന്ന മെഷീനിലെ സെറോക്സ് എന്ന പേര് കമ്പനിയുടെ പേര് എന്നതിനുപരി ആ മിഷന്റെയും അതിൽ നിന്നും എടുക്കുന്ന കോപ്പിയുടെയും പേരായി മാറി. 1906 സെറോക്സ് എന്ന ഈ കമ്പനി സ്ഥാപിതമായത്. അടുത്തത് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന കാര്യം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണെങ്കിലും യൂട്യൂബ് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. ഡ്രൈ ഐസ് എന്നത് ഡ്രൈ ഐസ് കോർപ്പറേഷൻ ഓഫ് അമേരിക്ക എന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് സോളിഡ് ഫോമിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്ന സാധാരണ അറിയപ്പെടുന്ന ഡ്രൈ ഐസ്. അടുത്തത് കോളയാണ്. പൊതുവെ ആൾക്കാര് കൂൾ ഡ്രിങ്ക്സുകൾക്ക് പറയുന്ന പേരാണ് കോള എന്നത്. എന്നാൽ ഇത് കൊക്കക്കോള എന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. ശരിക്കും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന കാറ്റഗറിയിൽ പെടുന്ന ഉൽപ്പന്നങ്ങളാണ്. അടുത്തത് ചാപ്സ്റ്റിക്. ചാപ്സ്റ്റിക് എന്നത് ലിപ് ബാം എന്ന പ്രൊഡക്റ്റ് ഇറക്കുന്ന കമ്പനിയുടെ പേരാണ്.